ഇന്ന് വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ മൊഴിയുടെ വിശദാംശങ്ങൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പിന്നീട് FIRലെ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു. വന്ന വകുപ്പുകളെല്ലാം 3 റേപ്പ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടാതെ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന BNS 18 പ്രകാരമുള്ള നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിനടക്കമുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 8 വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. പക്ഷേ യുവതിയുടെ മൊഴി ഞെട്ടിക്കുന്നതല്ലേ? ഞെട്ടിക്കുന്ന മൊഴിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഈ ബന്ധം തുടങ്ങിയ ശേഷം അത് റേപ്പായി മാറി എന്നുള്ളതാണ് യുവതി പറയുന്നത്. റേപ്പ് പലതവണ നടന്നു എന്ന് പറയുന്നു. ഗർഭിണിയാണ് എന്നറിഞ്ഞ ശേഷവും റേപ്പ് നടന്നു എന്ന് പറയുകയാണ്. അതുകൂടാതെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് അത് ആശുപത്രിയിൽ നടന്ന ഗർഭഛിദ്രമല്ല എന്നോർക്കണം. ഗർഭഛിദ്രം നടത്താൻ വേണ്ടി മരുന്ന് ഇയാൾ ബാംഗ്ലൂരിൽ നിന്നും സുഹൃത്ത് വഴി എത്തിക്കുന്നു. ആ സുഹൃത്ത് ആ മരുന്ന് എത്തിച്ച ശേഷം ആ മരുന്ന് യുവതി കഴിക്കുന്നുണ്ട് എന്ന് കാണുക, അത് വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് അത് ഉറപ്പാക്കുന്നു അത് മരുന്ന് കഴിച്ചു എന്ന്. അങ്ങനെയാണ് ഗർഭഛിദ്രത്തിൽ പോകുന്നത്. അതിനുശേഷമുള്ള ശബ്ദരേഖയാണല്ലോ നമ്മൾ ഇന്നലെ കേട്ടത്. അപ്പോൾ അതിനു മുമ്പുള്ള നേരത്തെയുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 2 പേർ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം ഏതായാലും രാഹുൽ മാങ്കൂട്ടൽ നിഷേധിച്ചില്ല. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ രാഹുലിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ BNS 64(2) F അധികാരത്തിലിരുന്നുള്ള ബലാത്സംഗമാണ്. BNS 64(2) H ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗമാണ്. BNS 64(2) M ആവർത്തിച്ചുള്ള ബലാത്സംഗമാണ്. ഈ 3ഉം ജാമ്യമില്ലാ കുറ്റമാണ്. ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 89 നിർബന്ധിത ഗർഭഛിദ്രം ജാമ്യമില്ലാ കുറ്റം ലഭിക്കാവുന്നതാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. BNS 316 വിശ്വാസവഞ്ചന 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 351 ഭീഷണിപ്പെടുത്തലാണ്. അതിലും 7 വർഷം വരെ തടവ് ലഭിക്കാം. BNS 329 അതിക്രമിച്ചു കടക്കുക, അതായത് ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ച് കടന്നിട്ട് വരെ ബലാത്സംഗം ഉണ്ടായിട്ടുണ്ട് എന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. അതും 3 മാസം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 116 കഠിനമായ ദേഹോപദ്രവം എന്നുള്ളതാണ്. ഈ ഗർഭഛിദ്രവും അതിനുശേഷം ഉണ്ടായ രക്തസ്രാവവും അതൊക്കെ യുവതി ഇന്നലെ പറയുന്നത് നമ്മൾ ഏറ്റവും എന്താ പറയുക ഞെട്ടിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്ന് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് നമ്മൾ കേരളം ഇന്നലെ കേട്ടതാണ്. അതിലും 7 വർഷം തടവും പിഴയും ലഭിക്കാവുന്നതാണ്. IT നിയമം 66E സ്വകാര്യതാ ലംഘനം എന്നതാണ്. അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുകയാണ്. ഈ യുവതി പരാതി നൽകിയ സമയത്തെക്കുറിച്ചാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പല തട്ടിൽ 2 തട്ടിലായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവരും രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവും പിന്നീട് അത് രമേശ് ചെന്നിത്തലയും എന്ന 2 നേതാക്കൾ ഒതുങ്ങിയായിരുന്നു. ഇപ്പോഴായപ്പോഴേക്കും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താണ് ഏറ്റവും ശക്തമായ പ്രതികരണം എന്ന് നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താണ്. അതായത് ഒരു തരത്തിലും പിന്തുണയ്ക്കരുത്, ആ പിന്തുണയ്ക്കുന്നവർ പോലും നാണക്കേടിലാകും എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മാത്രമല്ല ആ യുവതിയെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ട്, അതായത് വാചകങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെ ഉപദ്രവിച്ചുകൊണ്ട് പ്രൊവോക്ക് ചെയ്യുകയായിരുന്നു എന്ന് കൂടിയാണ് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താനം പറഞ്ഞത്. അപ്പോൾ നടപടി എടുക്കേണ്ടതാണ്, അതായത് MLA സ്ഥാനത്ത് തന്നെ തുടരാൻ പറ്റിയ ഒരു നേതാവല്ല എന്ന രൂപത്തിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനം അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് UDF കൺവീനർ നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് CPM രാഷ്ട്രീയം കളിക്കുകയാണ്, ആ CPM രാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെ ആണ് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിലില്ല എന്നുള്ളതാണ്. സസ്പെൻഷനിലാണ്. പാർട്ടിയിലില്ലാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. അയാളുടെ ഒരു കുറ്റത്തിനും ഞങ്ങൾ അയാളുടെ ഒപ്പം ഇല്ല, അയാൾ തന്നെ ആ കേസ് നേരിടട്ടെ, അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ല എന്ന് പറയുന്നിടത്താണ് UDF കൺവീനർ കോൺഗ്രസിൻ്റെ MP കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന പൊതു നിലപാടിന് വിരുദ്ധമായി പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതവിടെ നിൽക്കുന്നു. അപ്പുറത്ത് ഇന്ന് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം, പൊതുസമൂഹം അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം വിചാരണ നടത്തിയാലും ആൾക്കൂട്ടം നിലപാടെടുത്താലും എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും ഞാൻ പിന്നോട്ടില്ല, അത് പിന്നീട് കാലം ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ്. അതിനർത്ഥം നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതാവിന് ഈ ഒരു യുവതിയുടെ പരാതി മാത്രമല്ല, നിരവധി തെളിവുകൾ ഇതല്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടം ഇനി MLA ആയിപ്പോയി നിൽക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്. ഏതായാലും പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി വളരെ വേഗത്തിലേക്ക് വന്നത് തന്നെ അന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ആ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന്
കോൺഗ്രസ് ഏത് തരത്തിൽ നാണക്കേടിലാകുമായിരുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ മോശം അവസ്ഥയാകുമായിരുന്നു. ഒരു നടപടിയും എടുക്കാതെ ഇപ്പോൾ ഈ രൂപത്തിലാണ് ഈ വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കോൺഗ്രസിന്റെ സ്ഥിതി? അന്നെടുത്ത നിലപാടാണ് ഇപ്പോൾ, അന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടാണ് ഇപ്പോഴെങ്കിലും തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പാർട്ടിയെ സഹായിക്കുന്നത്. പക്ഷേ അപ്പോഴും MLA സ്ഥാനത്ത് തുടരാമോ എന്നുള്ളത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ സമാനമായ ഒരുപാട് പീഡന കേസുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഉന്നയിക്കപ്പെടുമ്പോഴും ഇത് വ്യത്യസ്തമായി നിൽക്കുന്നത്, ഞാനത് നിയമപരമായി നേരിട്ട് കൊള്ളാമെന്ന് പറയുന്നതിനൊപ്പം തന്നെ തൻ്റെ ശബ്ദമാണ് എന്നുള്ളത് നിഷേധിക്കുന്നില്ല, തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് നിഷേധിക്കുന്നില്ല. അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്ന ആദ്യത്തെ നേതാവായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സാധാരണഗതിയിൽ നിഷേധിച്ചങ്ങ് പോവുകയും ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അയാൾ പറയുന്നത് എത്രത്തോളം ആ യുവതിയെ അപമാനിക്കുന്ന തരത്തിലാണ്. ഏതായാലും കേസ് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, എന്നാൽ പോലും അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന്. അത് CPM-ഉം BJP-യും ചേർന്നുള്ള രാഷ്ട്രീയ ആലോചന. യുവതി വിവാഹിതയാണ്, അതൊരു BJP-കാരനാണ്. അപ്പോൾ BJP-യും CPM-ഉം ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊരു ആരോപണം അവിടെ ഉന്നയിക്കുന്നു. മാത്രമല്ല യുവതി തന്നെ ഇങ്ങോട്ടാണ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടതെന്ന്. ഫേസ്ബുക്കിൽ കൂടി അങ്ങോട്ട് പരിചയപ്പെടും ഒരു പക്ഷേ, ഒരു യുവ നേതാവാണ്, എല്ലാവർക്കും താല്പര്യം തോന്നുന്ന അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന നേതാവാണ്, ടെലിവിഷൻ ചാനലുകളിലെ ഒരു മുഖമായിരുന്നു. ഉറപ്പായിട്ടും ആരാധനയ്ക്ക് തോന്നി പലരും വിളിക്കുന്നുണ്ടാകാം, മെസ്സേജ് അയക്കുന്നുണ്ടാകാം. അതിന് അവരുമായിട്ട് ഒരു വേറെ തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കണമെന്നല്ലല്ലോ അർത്ഥം. അപ്പോൾ ഇങ്ങോട്ടാണ് സമീപിച്ചതെന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ യുവതി ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടിരുന്നു എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞു എന്നുള്ളതാണ്. അത് പറഞ്ഞാണ് ബന്ധത്തിലേക്ക് വന്നത്. അങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ട ഒരു യുവതിയുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് അവരെ അതിനേക്കാൾ വലിയ പീഡനത്തിലേക്ക് വലിച്ചിഴക്കുകയാണോ വേണ്ടത്? ഒരു MLA എന്ന ഉത്തരവാദിത്വം എത്രത്തോളം അയാൾ നിറവേറ്റി എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒന്ന് പറയുന്നത്, ഈ വിക്ടിം ഈ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു, എല്ലാം സേവ് ചെയ്ത് വെക്കുന്നു. ഇപ്പോഴത്തെ മിക്ക ഫോണുകളിലും ഇതെല്ലാം സിസ്റ്റം അതിൻ്റെ കൂടെ തന്നെയുണ്ട്. കോളുകൾ അല്ലാതെ തന്നെ അത് നാച്ചുറലായി തന്നെ റെക്കോർഡർ ആയി പോകുന്ന ഫോണുകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് മനഃപൂർവ്വം അന്ന് മുതലേ റെക്കോർഡ് ചെയ്ത് വെച്ച് പിന്നീട് കൊടുക്കാനാണ് എന്ന രൂപത്തിലുള്ള വാദം എത്രത്തോളം നിൽക്കുമെന്നറിയില്ല. നമ്മളെന്തായാലും ആ കരച്ചിലാണ് കേട്ടത്. ആ കരച്ചിൽ ഒരു കള്ളക്കരച്ചിലായി നമുക്കാർക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഇങ്ങനെയൊരു രാഷ്ട്രീയ നേതാവിനെ ഇനി കേരളത്തിന് വേണോ എന്നുള്ള ചോദ്യമാണ്. അതാണ് കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കൾ അന്ന് ചോദിച്ചത്. കോൺഗ്രസിൽ ഇങ്ങനെയൊരു നേതാവ് വേണ്ടതില്ല എന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. അതുതന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിയമപരമായി പറയുന്ന കൺസെൻഷ്യലായ ബന്ധം ഒരു ഘട്ടത്തിൽ അത് ബലാത്സംഗത്തിലേക്ക് പോകുന്നു എന്നൊക്കെ കോടതിയിൽ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ കാണുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഒരു പക്ഷേ. അതുകൂടി കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട തെളിവാകുമോ എന്നുള്ളതാണ് ഒരു സംശയം അവിടെ നിൽക്കുന്നത്. മറ്റേ ഈ ഗർഭചിത്രം ആശുപത്രിയിലല്ല നടന്നതെന്നും മരുന്ന് കൊടുത്തു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട തെളിവാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ മരുന്ന് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് ഡോക്ടർമാർ തന്നെ പറയേണ്ടതാണ്. ഇതൊരു അപകടമുണ്ടാക്കുന്ന, ഒരു ജീവന് വരെ ഭീഷണിയാകുന്ന ഒരു രൂപത്തിലുള്ള ആയിരുന്നോ എങ്കിൽ അപ്പോൾ അതുപോലും സംഭവിച്ചാൽ കുഴപ്പമില്ല എന്ന രൂപത്തിലാണോ ഒരു ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധി പ്രവർത്തിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. ആ നിലയ്ക്കത് വളരെ ഗുരുതരം തന്നെയാണ്. Meet the editors.